എല്ലാമേ നീക്കാശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഒരു കുടുംബമുണ്ട്. അവിടെ ഒരു കൊച്ചച്ഛനുണ്ട്, ഫാദർ റോബിൻ അച്ഛൻ, ഫാദർ വർഗീസ് തോമസ് മലയിൽ കോമാട്ട് പറയുക. ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാണ്. വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അച്ഛനോടുള്ള സ്നേഹവും വാത്സല്യവും നിമിത്തം ഇവിടെ കടന്നു വന്ന പ്രിയമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വൈദികൻ വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് വൈദികൻ ത്രോണോസിനോട് വിട പറയുന്ന ഹൃദയഭേദകമായിട്ടുള്ള ഒരു രംഗമുണ്ട്. ആ പ്രാർത്ഥനയിൽ പ്രകാരമാണ്: പരിശുദ്ധവും ദിവ്യവുമായ ബലിപീഠമേ, സമാധാനത്തോടെ വസിക്കുക. സന്നിധിയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സംഗതിയാകട്ടെ. ഉത്തമമായിട്ടുള്ള ബോധ്യം അതിപ്രകാരമാണ്: ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനായ ദൈവം തമ്പുരാനെ. ഇങ്ങനെയാണ് അച്ഛൻ പ്രാർത്ഥന തുടങ്ങുന്നത്. ആ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായ ദൈവം തമ്പുരാൻ തന്റെ സന്നിധിയിലേക്ക് ഈ ബഹുമാനപ്പെട്ട വൈദികനെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അച്ഛന്റെ ജീവിതം കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ അസൂയ തോന്നാം. അതുപോലെ മറ്റുള്ളവരെ അതുപോലെ സ്നേഹിച്ചു, വാത്സല്യിച്ചു. പ്രത്യേകിച്ച് തൊട്ട് സമീപത്ത് താമസിച്ചു, തൊട്ട് പുറകിലാണ് എന്റെ വീട്. അച്ഛനെ കാണുമ്പോൾ ആ കൊച്ചമ്മയോടുള്ള അച്ഛനിൽ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുവാനും അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനും തക്കവണ്ണം അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും വാഴ്ത്തിയിരിക്കും. നമ്മുടെ കുടുംബ ഗാനമാണ് യേശുവോട് ചേർന്നിരിപ്പെടുത്ത മുതൽ. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടാം. ഒരുമിച്ച് സാപ്പത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും അത് ഒരു വിശ്വാസപ്രമാണം. സഹോദരവർഗത്തിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചമ്മയ്ക്കായ സ്തോത്രം, മകൾക്കായ സ്തോത്രം, കൊച്ചുമകൾക്കായ മക്കൾക്കായ സ്തോത്രം. ഞാൻ പറയുന്നു, ഇന്നു മുതൽ കർത്താവ് മരിച്ചു മുതന്മാർ ഭാഗ്യാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു എന്ന് വചനം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അച്ഛന് എൻ്റെ മത്സ്യത്തിൽ മാതാവിൻ്റെ അഞ്ചത്തിയുടെ മകൻ ആയിരിക്കുന്ന അച്ഛൻ വേർപാട് പാലിച്ചിരിക്കുന്നു. താൻ വിളിച്ചപേക്ഷിച്ച് അക്രനാട്ടിൽ എത്തിയിരിക്കുകയാണ്. കർത്താവ് തക്ക സമയത്തെ വിളിച്ച് വേർതിരിച്ചു. ആരെങ്കിലും അതിനോട് സ്തോത്രം ചെയ്യും. തന്റെ സമയം ഇതായി ഇരിക്കുന്നതൊക്കെ ഇടങ്ങളിൽ പോകുവാൻ പ്രവർത്തിക്കാൻ ഇടയാക്കി. എൻ്റെ വിശ്വസ്തയാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ടും എൻ്റെ വെല്ലുവിളിച്ചൊക്കെ അന്യത്തിയുടെ മകളുമായിട്ടാണ് ഞങ്ങൾ കടന്നത്.
എൻ്റെ സൗകര്യമായിട്ട് കൂടി ഉണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയോടും ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എല്ലാവരുടെയും അന്തി ഇങ്ങനെ തന്നെയാണ്. ദാസൻ അച്ഛൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയത് ദൈവത്താൽ സംഭവിച്ചതാണ്. ഹാലലിയ. തക്ക സമയത്ത് ഞാൻ വിളിച്ച് ഓർമ്മിച്ച് നിത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസം മുൻപേ കടന്നു വരുവാനിടയായി ഞങ്ങൾ കുടുംബമായിട്ട്. അപ്പോൾ എന്നോട് ഞാൻ അറിയുമ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടി വളരെ ബഹുമാനാർത്ഥം അതിന് ചിരിച്ചു. അത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സന്തോഷമായി എന്നെ അറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ വാച്ചിൻ്റെ സഹോദരനോടും സഹോദരൻ മക്കളും വലിയ സന്തോഷമാണ്. ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോൾ അറിഞ്ഞു തലവിളിക്കും. ഈ വാച്ചിൻ്റെ മുഖത്തെ കാണുവാൻ ഒന്നുകൂടെ കാണാൻ ഇടയാക്കി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാ ജനത്തെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിളിച്ചവരെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ പ്രത്യാശയോടെ ജീവിച്ച് അക്കർനാട്ടിലെത്തണം. നമുക്ക് ഇന്നല്ലായെങ്കിലോ നാളെ അറിയുന്നില്ല. നമുക്കുള്ള അവസരങ്ങൾ പാഴാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ചുറ്റുപിടിച്ച എല്ലാ കാര്യങ്ങളെയും ഞാൻ അവരെയോട് ഞാൻ പ്രാർത്ഥിക്കും. അവർക്ക് പ്രതിഫലം 100 മടങ്ങാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യും. ശേഷം മകളുടെ ധൈര്യവും ബഹുമാനത്തോടെ ശുശ്രൂഷിപ്പാൻ ഇടയാക്കി എത്ര മഹത്വമായ ഒരു കാര്യമാണ്. കൊച്ചമ്മയുടെ ധൈര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ധൈര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്നെയുള്ള ഒരു കൊച്ചുമകളുടെ വിവാഹം നടന്നു കാണുവാൻ താൻ അധികമായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. അതെത്ര ഭാഗ്യമുള്ള കാര്യമാണ്. തന്റെ ജീവിതത്തിലേക്ക് ഈ ഭൂമിയിലുള്ളപ്പോൾ താൻ ആഗ്രഹിച്ച കാര്യത്തിന്മേൽ കർത്താവ് ശ്രദ്ധ വെച്ച് ആ കാര്യം നിറവേറ്റില്ലാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയോട് ഞാൻ പ്രാർത്ഥിക്കാം. കൊച്ചുമയോട് പ്രാർത്ഥിക്കാം. ഞാൻ മോനെ വിനോദാനെ കാണാനിടയായല്ലോ. എല്ലാവർക്കായും നന്ദി പറയുന്നു. എനിക്ക് സമയം തന്ന ബഹുമാനപ്പെട്ട അച്ഛനും നന്ദി പറയുമെന്ന് എൻ്റെ വാർത്തകളെ ചോദിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു കാര്യം എല്ലാവരോടും എൻ്റെ ദുഃഖവും ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ കുടുംബമായിട്ട് എനിക്കുള്ള ബന്ധം വളരെ വലുതാണ്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ കടന്നുപോയപ്പോൾ ഈ അച്ഛൻ്റെ 2 കൊച്ചുമക്കൾ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചത് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചത്. ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചതിൻ്റെ പ്രധാന കാരണം പ്രിയപ്പെട്ട അച്ഛനാണെന്നുള്ളതിന് ഞാനൊരു സംശയമില്ല. അച്ഛന് കുഞ്ഞുങ്ങളെ വളർത്തിയത് ദൈവാശ്രയത്തിലും ദൈവത്തിന് സകലവും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലായതുകൊണ്ടാണ് അവർക്കങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായത്. കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനമുള്ള അച്ഛൻ്റെ അടുത്ത് ഞാൻ 4 വളരെ പ്രായമുള്ള വ്യക്തികളും കൂടെ ചെല്ലുകയും വളരെ സന്തോഷത്തോട് അച്ഛനോട് ഞങ്ങൾ വന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊക്കെ ശ്രദ്ധയോടെ കേട്ട് ഞാൻ പൊന്നിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ കഴിഞ്ഞതെന്ന് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ ശുശ്രൂഷയെ പറ്റി വ്യക്തമായ ബോധ്യത്തോടുകൂടി അതെല്ലാം നിർവഹിച്ചു. വളരെ അനുഗ്രഹകരമായ കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട മകളും കൊച്ചുമക്കളും കുടുംബവും ഒക്കെ എല്ലാം അച്ഛന് സന്തോഷത്തോട് കാണുവാൻ സാധിക്കും. വളരെ പ്രത്യാശയോട് ആയുസ് ദീർഘായുസൊക്കെ നൽകി വലിയ പ്രത്യാശയോട് പ്രധാന സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുന്നു. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തിനായ ദൈവത്തിന് വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യുന്നു. മക്കളും കൊച്ചുമക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ പിതാവിൻ്റെ അനുഗ്രഹകരമായ ജീവിതം ദുഃഖപൂർണവും ഹൃദയഭേദവുമാണെന്ന് നാം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അനുഭവിച്ചവർക്ക് അത് ഏറ്റവും അടുത്തറിയുവാനും കഴിയും. പ്രിയ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നാം ഓരോരുത്തരും അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ നല്ലത് മാത്രമേ ചിന്തിപ്പാനും പറയുവാനുമുള്ളൂ. വിശുദ്ധിയുള്ള ഒരു ജീവിതം, താഴ്മയുള്ള ഒരു ജീവിതം, മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ ശ്രേഷ്ഠത നിന്നുവാനുമുള്ള അച്ഛൻ്റെ ആ കഴിവ് എടുത്തു പറയത്തക്കതാണ്. വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കുവാൻ എല്ലാവരെയും കൊണ്ട് സാധ്യമല്ല. എന്നാൽ പ്രിയ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശുശ്രൂഷയിൽ കൂടെ വാക്കുകളിൽ കൂടെ അത് പ്രാവർത്തികമാക്കുവാനും തൻ്റെ കുടുംബത്തിന് അത് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ച
മഹൽ വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ബഹുമാന്യനായ അച്ഛനെ കണ്ടിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സ്കൂൾസ് ഗവേണിംഗ് ബോർഡിൻ്റെ പ്രതിനിധിയായിട്ടാണ്. പ്രിയ അച്ഛൻ്റെ മകൾ സൂസൻ മത്തമ്മ സ്കൂൾസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൂസൻ ടീച്ചർ കോട്ടയത്താണല്ലോ. ഐക്യദാർഢ്യത്തോടുകൂടി അർപ്പണത്തോടുകൂടി ദൈവകൃപയോടുകൂടി ആ പ്രവർത്തനം ചെയ്യുവാനും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിപ്പാനും സ്കൂൾസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. എൻ്റെ ഒരു കസിൻ ബ്രദറാണ് നമ്മൾ ഇന്ന് വാങ്ങിപ്പോയത്. എൻ്റെ അമ്മാച്ചൻ്റെ മൂത്ത മകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നല്ല സൽസ്വഭാവിയായിരുന്നു. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വർഗീസ് എന്ന് പേരിട്ടെങ്കിലും പെന്നയുമായിട്ട് ശമയൂർത്തി എന്ന പേര് വിളിച്ചു. ശമുവേൽ ബാലൻ. അതെ, ആ ഒരവസ്ഥയിൽ വളർന്ന് വരണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ വളർത്തി. അദ്ദേഹത്തിൻ്റെ ബാല്യകാലമൊക്കെ വളരെ സൽസ്വഭാവിയായി തന്നെ വളർന്നു. പത്തനാപുരത്ത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചപ്പോൾ അവിടുത്തെ അതിൻ്റെ അധികൃതർ അദ്ദേഹത്തിൻ്റെ പാഠവുമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. അത് ഓർത്തഡോക്സിൻ്റെ സ്കൂളാണ്. വർഗീസ് ഇതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന് സഭയോടുള്ള കൂറ് അദ്ദേഹം അവിടെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എല്ലാവിധത്തിലും നന്നായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാനും വിശേഷാൽ വൈദിക വൃത്തിയിലേക്ക് കടക്കുവാനും ഒരു വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിപ്പാനും അദ്ദേഹത്തിന് സാധിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശലോമോൻ പറയുമ്പോൾ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. ആയിരുന്നത് പോലെ അതിനെ എടുത്ത ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു. ആത്മാവ് അതിനെ നൽകുന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ ഒരവസ്ഥയാണ് മനുഷ്യർക്കൊക്കെയും ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് അവിടെ കിട്ടും. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് ഇതിനെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷമായിട്ട് ഇവിടെ കടന്നു വന്ന് ഇവിടെ രാജ്യം സ്ഥാപിക്കും. അന്ന് നിങ്ങൾ 12 സിംഹാസനങ്ങളിട്ട് ആ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെയും ന്യായം വിധിക്കും. നമുക്ക് പ്രതിഫലം ഉണ്ടാകും. ചെയ്യുന്ന ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ദൈവസഭയുടെയും സകലവിധമായിരിക്കുന്ന ദുഃഖവും പ്രത്യാശയും പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സമർപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യും. ഇന്നിവിടെ നിൽക്കുന്നത് വയൽക്കാട്ട് തോട്ടുകൾ കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. അച്ഛൻ ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ട ഒരച്ഛൻ തന്നെയായിരുന്നു. തോട്ടങ്ങൾ കുടുംബത്തിൽ നിന്ന് അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ 2 സഹോദരങ്ങളും ഈ കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അച്ഛൻ്റെ സഹോദരിയ പുത്രിയെ വിവാഹവും തോട്ടങ്ങൾ കുടുംബത്തിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെയധികം സുദൃഢമായ ബന്ധം പുലർത്തുന്നതായിട്ടുള്ള ഒരു തൻ്റെ സേവനകാലത്ത് ഏതാണ്ട് 5 വർഷക്കാലം വയൽക്കാട്ട് സെക്യൂർ മാത്രമായിട്ടുള്ള ഒരു സേവനം അനുഷ്ഠിക്കുന്നതിന് അച്ഛന് സാധിച്ചിട്ടുണ്ട്. വളരെയധികം ആത്മീയ പ്രചോദനവും ആത്മീയ ദർശനവും തകർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഒരു മരുമകൻ അച്ഛനായിട്ടല്ല, ഒരു മകൻ അച്ഛനായിട്ടാണ് ഞങ്ങളെ കരുതിയതും പ്രവർത്തിച്ചതും. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനായിരുന്നു. ഈ സമയത്ത് തോട്ടങ്ങൾ കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും
പച്ചമയ്ക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടത്ര വിശ്വാസവും പ്രത്യാശയും ലഭിക്കുന്നില്ല പ്രാർത്ഥിച്ചില്ല. ഞാൻ എൻ്റെ വാർത്ത ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലി എന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത്
സിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ, സ്വർഗതാതന്റെ നിധി ഭൂവിലെ. വേർപാടിൽ ഇതിലായിരിക്കുന്ന പ്രിയ ബന്ധുജനങ്ങൾക്ക് ആദ്യമേ മാർത്തോമ കേരളത്തിലെ സ്കൂളിലെ പ്രധാനമായ അനുശോചനം അറിയിക്കട്ടെ. പ്രിയ അച്ഛൻ സംഗീതവും പ്രിയപ്പെട്ട ആളായിരുന്നു. ടീച്ചറും കോട്ടയം മാർത്തോമ സ്കൂളിൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. പ്രിയ സുനിൽ സാർ ഞങ്ങൾ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. സർവശക്തനായ ദൈവം പ്രിയ മക്കളെയും സമാധാനത്താൽ അറിയിക്കട്ടെ. സ്കൂളിൻ്റെ എല്ലാവിധമായ അനുശോചനം അറിയിക്കുന്നു. ഈ വേദനയും സുഖത്തിലെ ദൈവം എല്ലാവരും കരുവുമായി കൂടിയിരിക്കട്ടെ. സർവ്വധികം കഴിയുന്ന ദൈവസമാധാനം അറിയിക്കട്ടെ. സ്കൂളിൻ്റെ എല്ലാവിധ അനുശോചനങ്ങളും ഇവിടെ അറിയിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, കർത്താവിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സുദീർഘമായ വർഷങ്ങൾ ധന്യമായ ശുശ്രൂഷ നിറവേറ്റതിന് ശേഷം കർത്തൃസന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന പ്രിയച്ഛൻ്റെ ജീവിതത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹകരമായി ജീവിക്കുവാനും പ്രവർത്തിപ്പാനും കർത്താവിൻ്റെ സാക്ഷിയാകുവാനുമായിട്ട് പ്രിയച്ഛന് കുടുംബമായി സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ വിശ്വാസ സമൂഹവും സഭയും ഒക്കെ ഓർക്കുന്നു. ഈ നല്ല മാതൃകളെയും അനുഭവങ്ങളെയും പിന്തുടരുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിരിക്കുന്ന അനുഭവം. അർത്ഥമുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ ദൈവം ഉപയോഗിക്കുന്ന ഒരു പദം എൻ്റെ എന്നുള്ളതായിരിക്കുന്ന പദമാണ്. ദൈവവുമായുള്ള ബന്ധത്തെയാണ് ആ എൻ്റെ എന്നുള്ളതായിരിക്കുന്ന പദം നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ദൈവത്തോടുകൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്കിന്റെ ജീവിതം ഇല്ലാതായി എന്നല്ല, ദൈവസന്നിധിയിൽ അവൻ പ്രവേശിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ കാണാതാവും എന്നുള്ളത് സത്യമാണ്. എന്നാൽ നഷ്ടമാകുന്നില്ല, ദൈവസന്നിധിയിലായിരിക്കുന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ, പാർത്തലത്തിലെന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ, വിളിക്കും നേരം കാണും എന്തേരും മനുഷ്യവർഗത്തെ കുറിച്ച് അടിച്ചിതവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും പ്രവർത്തിപ്പാനും ഒരു ആയുസ്സും ജീവനും ജീവിതവും നീ ദാനമായിട്ട് നൽകുന്നു. കർത്താവെ, ഞങ്ങളെ ആക്കിയിരിക്കുന്നതുകൊണ്ടും പ്രത്യാശ കൊണ്ടോടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കേണ്ടതായ ശുശ്രൂഷയിൽ നിന്റെ കൃപയും കർത്താവെ നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. ഒരു വലിയ സാക്ഷ്യത്തിന്റെ അവസരമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക സഹോദരരെ, നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരായിരുന്ന ഈ വൈദ്യത്തിന്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, ദേശവാസികളെ, നിങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ ധന്യമായ അനുഭവങ്ങളിലേക്ക് തിരികെ നോക്കുന്നത് ദൈവം ദാസനത്തിലൂടെ സഭയിലും സമൂഹത്തിലും നിർവഹിച്ച വിലപ്പെട്ട സേവനങ്ങൾ ഓർക്കുന്നതിനും സ്തോത്രം പറയുന്നതിനും എനിക്കും അവസരം ലഭിച്ചതിന് നന്ദി അറിയിക്കുന്നു. മാർത്തോമാ സഭയുടെ പട്ടത്ത സമൂഹത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള നിലവിലക്കി ജീവിത ജീവിതം പ്രാപിക്കാനായിട്ട് ദാസൻ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. കടന്നു പോവുകയാണ് എന്നുള്ള ആ വസ്തുത ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ കുടുംബത്തിലും നമുക്ക് വേദനയുണ്ട്, അതിനെപ്പറ്റി സംശയമില്ല. പക്ഷേ അതിനെ കത്തിക്കുന്നതായിട്ടൊരു വ്യത്യാസത നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. പ്രവർത്തനങ്ങൾ വിജയകരമായി കൂടുതൽ ശക്തി പകരത്തെ പ്രാർത്ഥിക്കുകയാണ്.
തീർച്ചയായിട്ടും ഒരു വലിയ ക്രിസ്തീയ മാതൃകയാണ്. ദൈവം ആ മാതൃകയെ ആദരിക്കട്ടെ. തുടർന്നും ഈ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഈ ഭൗമികമായിട്ട് ശരീരം കൂടാരം ഉടഞ്ഞു പോയാൽ ഞങ്ങൾക്ക് സ്വർഗീയ ഭവനം അവിടുന്ന് ഒരുക്കിയിരുന്നാണ്. സ്തോത്രം. നിൻ്റെ മകൻ അധ്വാനിച്ച് ഈ ഭവനം ഉണ്ടാക്കി ഇവിടെ ജീവിച്ചു. ആദ്യമായിട്ട് നിൻ്റെ മകൻ്റെ മൃതശരീരം അതിൽ നിറങ്ങുന്നു. കർത്താവെ, ഈ ഭവനത്തിനായിട്ട് സ്തോത്രം. കൊച്ചുമ്മയും കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു. നിൻ്റെ മക്കളോട് കൂടി ഇരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ ക്രമീകരണങ്ങളിലൊക്കെ കൂടി ഇരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായിരിക്കണമേ. മെശിയാമല യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. അച്ഛൻ്റെ വിലയേറിയ ഉപദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായ ഒരു സംഗതിയാണ് മരണം എന്നുള്ളത്. അത് എപ്പോഴൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം.
നമ്മുടെ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് 7-10 ഏറെയായാൽ 80 മാത്രം, നീളും ആയുസ് അതിൽ മികച്ചാൽ കഷ്ടത മാത്രം എന്ന് പറയുന്നു. നമ്മുടെ അച്ഛൻ 80 വയസ്സ് തികച്ചു. അദ്ദേഹത്തിന്റെ ഓട്ടം പൂർത്തിയാക്കി സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോകുന്നു. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും വളരെ ദുഃഖമുണ്ടെന്ന് ഞാൻ അറിയുന്നു. കുടുംബാംഗങ്ങൾക്ക് ദൈവം തമ്പുരാൻ ആശ്വാസം പകരട്ടെ. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ ആഴലു കണ്ടാലവിടെ എത്തും കരുണയുള്ളോനേ, ആഴലു കണ്ടാലവിടെ എത്തും കരുണയുള്ളോനേ. തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും ഞങ്ങളും, തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും ഞങ്ങളും, മെഴുതിരികളും ഞങ്ങളും. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ അലകടലിൽ ചുവടുവച്ചു നടന്നു പോയോനേ, അലകടലിൽ ചുവടുവച്ചു നടന്നു പോയോനേ. കുരിശു പേറി കുരിശു പേറി കടന്നു പോയവനേ, കുരിശു പേറി കുരിശു പേറി കടന്നു പോയവനേ. കൊച്ചമ്മ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ അഭിമന്യ തിരുമേനി അനുശോചനം അറിയിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ വിശുദ്ധം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ശുഭ
നിന്ന് ആത്മീയമായ ആന്തരിക സംഘത്തിലേക്ക് പിരിഞ്ഞു പോയിരിക്കുന്നതായ ഈ പുരോഹിതന് പാപത്തിന്റെ മോചനവും നിന്റെ പരിശുദ്ധ പുരോഹിതന്മാരോട് ഒരുമിച്ചുള്ള ആനന്ദവും നൽകി ആശ്വസിപ്പിച്ചു കൊള്ളണമേ. എന്റെ തിരുമുൻപിൽ കേണേൻ, എൻ പ്രാർത്ഥന തിരുമുൻപിൽ പോകണം. ഹാലേലൂയ്യാത്തയോടൻ പ്രാർത്ഥന കേൾക്കണം. പാർക്കുമോ ോലം വൽമീനാമേ